ഇവിടെ ഇപ്പോൾ നമ്മൾ സമീപകാലത്തെ സംഭവ വികാസങ്ങൾ തന്നെ എടുത്തു നോക്കൂ. ഇപ്പോൾ പഹൽഗാം സംഭവിച്ചു, അവിടെയും സിവിലിയൻസിനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിനു മുമ്പ് നടന്ന ഭീകരാക്രമണങ്ങളുടെ ചരിത്രമുണ്ട്. ഭീകരതയുടെ വേരറുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒന്നാമത്തെ വിഷയം. രണ്ട്, ജനങ്ങൾ ഡൽഹി പോലെയുള്ള മഹാനഗരങ്ങളിലും പേടിക്കേണ്ടതുണ്ട്. പൊതുസ്ഥലങ്ങളിലെ ഭീകരാക്രമണങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞു, അതൊക്കെ ചരിത്രമായി മാറി എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. ഈ ഭീകരവാദ മൊഡ്യൂളുകളുണ്ട്, സ്ലീപ്പർ സെല്ലുകളുണ്ട്, എപ്പോൾ വേണമെങ്കിലും അത് എവിടെയും സംഭവിക്കാം എന്നൊരു മുൻകരുതൽ ജനങ്ങൾക്ക് നൽകുന്നുണ്ടല്ലോ ഈ സംഭവം. അപ്പോൾ ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്തേണ്ട ഭരണകൂടത്തിന് വലിയ ബാധ്യതയുണ്ട് താനും. ഭീകരവാദത്തിന്റെ വേരറക്കുന്നത് സംബന്ധിച്ച് പ്രസ്താവനകൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കും? അതെ, അങ്ങോട്ടാണ്. ഹലോ, ഓക്കെ. സി ഇതിനകത്ത് ഓക്കെ സി ഇപ്പം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തും നമ്മളൊരു കമ്പാരിസൺ, ഞാൻ ആക്ച്വലി പറഞ്ഞ ഇതിനകത്ത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യം അല്ല ഇതിനകത്ത് ആക്ച്വലി ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സംസാരിക്കേണ്ടുള്ളത്. കാരണം രാജ്യത്ത് ഒരു ഭീകരവാദ അറ്റാക്ക് നടന്ന സമയത്ത് അതിനകത്ത് ഒരു പ്യൂർലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു പോയി കഴിഞ്ഞാൽ അത് തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തീർച്ചയായിട്ടും നമ്മളൊരു കമ്പാരിറ്റീവ് അനാലിസിസ് എടുക്കുകയാണെങ്കിൽ തന്നെ UPA ഗവൺമെന്റിന്റെ സമയത്തായാലും ശരി, ഇപ്പം നരേന്ദ്രമോദിയുടെ ഈ 10-11 വർഷത്തിന്റെ ഗവൺമെന്റ് ടൈം ആയാലും ശരി, എത്രമാത്രം ഭീകരവാദം കുറഞ്ഞു വന്നിട്ടുണ്ടോ എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക് അനാലിസിസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതിനകത്ത് യാതൊരു സംശയമില്ല. ജമ്മു ആൻഡ് കശ്മീർ ആയാലും ശരി, മറ്റ് ഇന്ത്യയുടെ മറ്റ് സിറ്റീസിലായാലും ശരി, ഒരു രീതിയിലുള്ള എത്രമാത്രം പണ്ട് ബ്ലാസ്റ്റ് നടക്കുമായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സീറോ ആയിട്ടുള്ള രീതിയിലേക്ക് ടെററിസത്തിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബ്ലാസ്റ്റുകളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നോക്കൂ, ഇതിന്റെ സാഹചര്യം കൂടെ മനസ്സിലാക്കുക. ഭാരതത്തിനെ തകർക്കാൻ വേണ്ടി നിരന്തരമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിനെ സംബന്ധിച്ചോളം ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിനെ കാണിച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. ഇപ്പം ജനറൽ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ തന്നെ നോക്കൂ, പഹൽഗാമിലെ ഒരു അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ജനറൽ അസീം മുനീർ എവിടെ ആയിരുന്നു കിടന്നതന്നെ? അദ്ദേഹം ഇപ്പൊ ഫീൽഡ് മാർഷലായി. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ ആണ് നമ്മുടെ അയൽവാസം. അതുകൊണ്ട് നിരന്തരമായിട്ട് നമ്മളെ ഉള്ളിലേക്ക് ഭീകരവാദവും മറ്റു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി എപ്പോഴും നിൽക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു അനാലിസിസ് വേണം നമ്മൾ ചെയ്യാൻ. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നു, അതിന് തീർച്ചയായിട്ടും ഇതിന് മുൻപുള്ള പഹൽഗാം നടത്തുമ്പോൾ നമ്മൾ അതിന് ഒരു സ്ട്രൈക്ക് കൊടുത്തില്ലേ, ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തില്ലേ, പുൽവാമ നടത്തുമ്പോൾ നമ്മൾ ചെയ്തില്ലേ, ബാലക്കോട്ട് ചെയ്തില്ലേ. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ആ ലെവലിലേക്ക് നിർത്താൻ പറ്റും. സീറോ ആക്കാൻ ഒരിക്കലും ഒരാൾക്കും സാധിക്കില്ല, ഒരു രാജ്യത്തിനും സാധിക്കില്ല. പക്ഷെ നമുക്ക് അതിന്റെ ലെവലിലേക്ക് നിർത്താൻ പറ്റും. അപ്പൊ ആ രീതിയിലേക്ക് കുറച്ചുകൊണ്ട് വരാൻ മാത്രമേ സാധിക്കൂ. അതല്ലാതെ പിന്നെ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം, ഇപ്പൊ ഇലക്ഷന്റെ തലേന്നാണ് നടന്നത്, അപ്പൊ അത് ബീഹാർ ഇലക്ഷനെ സ്വാധീനിക്കും എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു അത് പ്യൂർലി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അനാലിസിസ് മാത്രമാണ്. അതല്ലാതെ എന്താ പറഞ്ഞ ഒരു സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിൽ അങ്ങനെ അത് പറയുന്നത് അല്ലെങ്കിൽ അതിനകത്ത് യാതൊരു ഇതുമില്ല. സോ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നരേന്ദ്രമോദി ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ടെററിനെ സംബന്ധിച്ചോളം ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. അതിന്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞത് ഇതിന്റെ ബാക്കിൽ ആരാണോ അവരെ ജസ്റ്റിസിൽ കൊണ്ടുവരും, അതിനകത്ത് യാതൊരു സംശയമില്ല എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറഞ്ഞത്. ഹിന്ദിയിൽ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കാനും ഇംഗ്ലീഷിൽ പുറം ലോകത്തിന് മനസ്സിലാക്കാനും, അതായത് ഭാരതത്തിനെ സംബന്ധിച്ചോളം ടെററിന് വേണ്ടി ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് തന്നെയാണ്. അത് ക്ലിയർ മെസ്സേജ് തന്നെയാണ്. അത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. നമ്മളിപ്പം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും അതിന് മുൻപും എല്ലാവരും ചോദിച്ചു എന്ത് ചെയ്യുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നീട് പറഞ്ഞു എന്തുകൊണ്ട് നിർത്തി എന്നുള്ളത്. അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള എപ്പോഴും ഒരു സംവാദം അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് എപ്പോഴും നടക്കും. അത് സ്വാഭാവികമാണ്, നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്നലെ ഒരു ടെറർ ബ്ലാസ്റ്റ് നടന്നു. അതിന്റെ ഒരു ഇനീഷ്യൽ അനാലിസിസ് മാത്രമാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ധാരാളം ചോദ്യത്തിന് ഇതുവരെ ഉത്തരം വന്നിട്ടില്ല. എന്തായിരുന്നു ടാർഗറ്റ്, അവരുടെ ആരായിരുന്നു അതിന്റെ പിന്നിൽ, അവരെന്തുമായിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ മോഡസ് ഓപ്പറാൻഡി, ഇതൊക്കെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇതിനൊരു ബീഹാർ ഇലക്ഷൻസുമായിട്ടും അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഫെയിലിയർ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഫെയിലിയർ എന്നൊക്കെ പറയുന്നതിനപ്പുറം നമുക്കൊരിക്കൊന്ന് രാഷ്ട്രത്തിനെ കുറിച്ച് ചിന്തിച്ച് ഇതിനൊക്കെ ചോദ്യം ചോദിക്കാം. ഞാൻ പറയുന്നില്ല ചോദ്യം ചോദിക്കേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഒരു ചോദ്യത്തിന് ഇപ്പം എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമ്മൾ അതും കൂടെ ഒന്ന് ആലോചിക്കണം. ശരി, ഓക്കെ.